റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് വേണ്ടി മാപ്പ് ചോദിച്ച ഹബീബാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം ഞാൻ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പോ, നബി തങ്ങളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം കണ്ടപ്പോ ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ലീ ഇലൈക ഹാജ, നബിയേ എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയെ അങ്ങയോട് പറയാൻ. ഭർത്താവിന്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോഴല്ലേ ഭാര്യയ്ക്ക് സവിശേഷമായ കാര്യങ്ങൾ ചോദിക്കാൻ ധൈര്യം വരൂ. എനിക്കൊരാഗ്രഹമുണ്ട് നബിയെ, സലീനിയ ആയിഷ, ആയിഷ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബാ നബിയോട് ചോദിച്ചുവല്ലോ, നബിയെ ഞാൻ പറയുന്ന ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു നൽകുമോ? ചോദിച്ചോളൂ ബീവി, അങ്ങ് ചോദിച്ചോളൂ, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്താണാവോ ബീവി ചോദിക്കാൻ പോകുന്നത്? റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 18 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ സുമുഖിയായ ചെറുപ്പക്കാരിയായ ഹബീബായ നബി തങ്ങളുടെ ഭാര്യയാണ്, ചെറുപ്പക്കാരിയായ ഹബീബിന്റെ സൗജത്താണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. എന്താണാവോ ബീവിക്ക് ചോദിക്കാനുള്ളത്? ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലീ, യാ റസൂലല്ലാഹ് ഈ ആയിഷക്ക് പുറത്തു തരാൻ അങ്ങ് അല്ലാഹുവിനോട് ചോദിക്കണേ നബിയേ. ബീവിക്ക് ചോദിക്കാനുണ്ടായ ചോദ്യം അതാണ്, ഇസ്തഗ്ഫിർ ലീ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണേ, ആയിഷക്ക് പുറത്തു തരാൻ അങ്ങ് ചോദിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ, പടച്ചവനെ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, അവരോട് കരുണ ചെയ്യണേ എന്ന് നബി തങ്ങൾ കൈയുയർത്തി ദുആ ഇറക്കുകയും ചെയ്തു. കാരണം സന്തോഷമുള്ളൊരു നേരമായിരുന്നു അത്. ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീവി ചോദിച്ചത് ഐഹികമായ ഒരു കാര്യവുമല്ല, പരലോകത്തേക്കുള്ള വിഷയം. നബി തങ്ങൾ ദുആ ചെയ്തു ബീവിക്ക് വേണ്ടി. ബീവി റളിയല്ലാഹു അൻഹ ഫസ്സുറത് ബിദാലിക ആയിഷ, ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ ബീവി എന്തേ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ ബീവി? വമാലിയ ലാ ഉസർ, നബിയേ ഞാൻ എന്തുകൊണ്ട് സന്തോഷിക്കാതിരിക്കണം? വഖദ് ഇസ്തഗ്ഫറ ലി റസൂലുള്ളാഹ്, റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചല്ലോ, ഇനി എന്തിന് ഞാൻ വിഷമിക്കാതിരിക്കണം? എന്തിന് ഞാൻ സന്തോഷിക്കാണ്ടിരിക്കണം? എനിക്ക് സന്തോഷിച്ചൂടെ? അങ്ങല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, അങ്ങ് ദുആ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ദുആ ചെയ്തപ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നിയല്ലേ? വമാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅദ്ഉ ലി ഉമ്മതി ബിൽ മഗ്ഫിറ, എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ഇറക്കാത്ത രാത്രികളില്ല ബീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആയിഷ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിലെ സന്തോഷമല്ലേ? എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവനും സന്തോഷിക്കാം. ഞാൻ അവർക്ക് വേണ്ടി ദുആ ഇറക്കാത്ത, എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് ചോദിക്കാത്ത ഒരു രാത്രിയും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ആയിഷ. എല്ലാ രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളായി ഹബീബായ നബി തങ്ങളോട് സിർബിനാ അലാ ബറകത്തില്ല, നബിയേ അങ്ങ് എങ്ങോട്ട് ഞങ്ങളെ തെളിച്ചാലും ഞങ്ങൾ അങ്ങോട്ടുണ്ട് നബിയേ, അങ്ങ് എങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ടുണ്ട് നബിയേ, അങ്ങേക്ക് എന്തിഷ്ടമാണോ അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് വേണ്ടതെടുത്തോളൂ നബിയേ, അങ്ങ് എടുക്കാത്തതിനേക്കാളും ഇഷ്ടം അങ്ങ് എടുത്തതാണ്. ബറകുൽ ഗമാദിലേക്ക് കൊണ്ടുപോയാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാം നബിയേ. സിർ ഇലാ ബറകത്തില്ല, സിർ അലാ ബറകത്തില്ല, ഹബീബേ ഞങ്ങളെ അങ്ങ് കൈപിടിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിന്റെ ഈമാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിന്റെ ഒരു അംശമെങ്കിലും നൽകണേ തമ്പുരാനെ. ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ റബ്ബേ. ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളാക്കണേ റബ്ബേ. അവിടുന്ന് സ്വഹാബിമാർ ഈ ദീനിന് വേണ്ടി ചെയ്ത ബദറിലും ഉഹദിലും ഖന്ദഖിലും ഹുനൈനിലും ആ ചെയ്ത ത്യാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല അല്ലാഹുവേ. അവരോടൊക്കെയുള്ള ഹുബ്ബിന്റെ പേരിൽ, ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, നിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടും സ്വഹാബിമാരോടുമുള്ള സ്നേഹത്തിന്റെ പേരിൽ അവരൊക്കെ പോകുന്ന
പോകുന്ന സ്വർഗ്ഗത്തിലേക്ക്, ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ റഹ്മാനേ. ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. സ്വർഗ്ഗം നൽകണേ റബ്ബേ, സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇദ്നാ മിനന്നാർ, اللهم أعذنا من النار، اللهم أعذنا من النار. أشهد أن لا إله إلا الله، أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.